വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മുടെ വൈഷ്ണവിക്കുട്ടിയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ ഹണ്ട് പോലെ സെറ്റാക്കിയിട്ടുണ്ട്, ഒരു ഗിഫ്റ്റ് ഹണ്ട്. അപ്പോൾ ഈ ഗിഫ്റ്റ് ഹണ്ടിൽ കുറേ ക്ലൂ അവൾക്ക് കൊടുക്കും. ആ ക്ലൂവിൽ ചില ഗെയിംസൊക്കെ ഉണ്ട്. അതൊക്കെ വെച്ചിട്ട് അവൾ ഒരു കാര്യം കണ്ടുപിടിക്കണം. അതാണ് അവളുടെ ടാസ്ക്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഇന്ന്. അപ്പോൾ നമുക്കൊന്ന് അവളെ വിളിച്ചാലോ? വൈഷ്ണവി വായോ. ദേ നല്ല സുന്ദരി കുട്ടിയായിട്ട് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. ഹായ് പറ. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ എന്നാ? അപ്പോൾ വൈഷ്ണവിക്കുള്ള ഫസ്റ്റ് ക്ലൂ തരട്ടെ. അപ്പോൾ ദാ വൈഷ്ണവിയുടെ ഫസ്റ്റ് ക്ലൂ ദേ നമ്മൾ കൊടുക്കുകയാണ്. നക്കപ്പ ചെല്ലു. ഇതാ അവൾ അമ്മയുടെ അടുത്തേക്കാണ് പോണത്. ഇതാ അമ്മ തുറക്കുന്നുണ്ട് കേട്ടോ. അണ്ടർ ദി പില്ലോ ബെഡ്റൂമിൽ. അപ്പോൾ അവൾ പോയി എടുത്തിട്ട് വരട്ടെ കേട്ടോ. നമുക്ക് ഇവിടെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ് ദേ അവൾ വന്നിട്ടുണ്ട്. നീ അത് അമ്മേനെ കൊണ്ട് വായിപ്പിച്ചോ. ഇൻ അമ്മാസ് ഹാൻഡ്. അമ്മയുടെ കയ്യിൽ തന്നെ ഉണ്ട് അത്. അത് അമ്മ തന്നെ വായിച്ചു കൊടുത്തേക്ക്. കിട്ടിയ ക്ലൂ ഒക്കെ എൻ്റെ അടുത്ത് തന്നു ഗൈസ്. അമ്മ വായിക്കട്ടെ. ഇൻ വിച്ചൂസ് ബുക്ക്. വിച്ചൂസ് ബുക്കല്ല, വിച്ചൂസ് അലമാരയാണത്. അലമാര വേണം പോയി നോക്കിക്കോ. അലമാര ഇത് ശരിക്കും ഒരു ഗിഫ്റ്റ് ഉണ്ട് കേട്ടോ. അവൾക്ക് 2 ഗിഫ്റ്റ് ഉണ്ട്. അവളോട് പറഞ്ഞിട്ടില്ല. കിട്ടിയിട്ടുണ്ട്. വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ് ദേ അവൾ വന്നിട്ടുണ്ട്. ഇനി ഇതാ അമ്മേനെ കൊണ്ടത് വായിപ്പിക്കട്ടെ. വായിച്ചിട്ട് നമുക്ക് പറയാം. കംപ്ലീറ്റ് ദ പസിൽസ്. പസിൽ വേഗത. ഇവിടെ ഒരു ചെറിയ പസിലുണ്ട്. ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ. ഹാൻഡ് മെയ്ഡ് പസിലാണ്. അപ്പോൾ ഇത് സോൾവ് ചെയ്യട്ടെ. ഇതിന് ടൈമറൊന്നും ഇല്ല കേട്ടോ, കാരണം ഇത് കുറച്ച് ഡിഫിക്കൾട്ടാണ് സോൾവ് ചെയ്യാൻ. അതുകൊണ്ട് ടൈമറൊന്നുമില്ല. ഓക്കെ. അപ്പം കേസ് അവൾ സോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താവുമെന്ന് അവൾക്ക് മാത്രം അറിയാം. ഫ്രണ്ട്സ് ചെറുതായിട്ടൊന്ന് പണി പറയും. അവൾക്ക് ഇത്രേ പറ്റിയുള്ളൂ. അവൾ ഇത്രയും ചെയ്തു, പക്ഷെ അവൾക്ക് ഇത്രേ പറ്റിയിട്ടുള്ളൂ. പക്ഷെ അവൾ ഇത്രയും ചെയ്തല്ലോ അല്ലേ. അപ്പം ഞാൻ അടുത്ത ക്ലൂ കൊടുക്കാം. ഓക്കെ, അടുത്ത ക്ലൂ ഞാൻ തരാം. ഓക്കെ, വൈഷ്ണവിയുടെ നെക്സ്റ്റ് ക്ലൂ ഇതാ ക്ലൂ കൊടുക്കുകയാണ്. ഞാൻ അത് അമ്മേനെ കൊണ്ട് അവൾ വായിപ്പിക്കട്ടെ. ഇൻ അപ്പൂപ്പൻസ് ഹാൻഡ്. വെറൈറ്റി ക്ലൂസ് ആണ് ഗൈസ്. ഗൈസ് അപ്പോൾ മുത്തശ്ശൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ക്ലൂ കൊടുത്തിട്ടുണ്ട് അവൾക്ക്. നല്ല ചാടിക്കളിയാണ് കേട്ടോ. അമ്മ കളർ ഹാൻഡ്. കളർ ഹാൻഡ് ആണ്. അപ്പോൾ കളർ ഹാൻഡ് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഒരു കളർ പറയാം. ആ കളറിൽ മാത്രമേ പോയി നോക്കാൻ പാടുള്ളൂ. ഫസ്റ്റ് റെഡ്. വേഗം തന്നോ. ഞാൻ ഒന്ന് കാണിച്ചിട്ടുണ്ട് കുറേ സാധനങ്ങളൊക്കെ. അവള് അത് അവിടെ കറക്റ്റ് റെഡ് കിട്ടിയാണ്. അത് കൊണ്ട് താ. നെക്സ്റ്റ് കളർ. 3 കളറേ ഉള്ളൂ. ബ്ലൂ. അതാ നീ ഓറഞ്ച്. ഓറഞ്ച് ഇസ് വെരി ഈസി. ഓറഞ്ച് ഭയങ്കര ഈസിയാ. വൈശാഖിക്ക് വേണമെങ്കിൽ ഒരു ക്ലൂ ഞാൻ തരാം. ഈ 3 സാധനങ്ങളും ഞാൻ ഒരേ സ്ഥലത്ത് തന്നെയായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. ഈ 2 കളർ നിനക്ക് അവിടെ നിന്ന് കിട്ടിയില്ലേ? അതേ റൂമിൽ തന്നെ പോയി നോക്കി നോക്ക്. ഈ ക്ലൂ മതി. അപ്പം അതേ ഓറഞ്ചും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ അടുത്ത ക്ലൂ കൊടുക്കാം. ഇതോടെ ഇരുന്നോട്ടെ. ഞാൻ അടുത്ത എൻ്റെ വക ലാസ്റ്റ് ക്ലൂ. 7ാമത്തെ ക്ലൂ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഗൈസ്, വെറൈറ്റിയാണ്. നമുക്ക് പോവാം. വായോ, നമുക്ക് കാറിൻ്റെ ഡിക്കിൽ പോയി നോക്കാം ക്ലൂ. അത് ഓപ്പൺ ആക്കട്ടെ കേട്ടോ. ഡോർ ഓപ്പൺ ആക്കട്ടെ ഗൈസ്.
അതെ, അമ്മയും വൈഷ്ണവിയും കൂടെ കാറിൻ്റെ ഡിക്കിന് പോയി നോക്കുന്നുണ്ട്. വൈഷ്ണവി ആകെ എക്സൈറ്റഡ് ആണ് ഗൈസ്. എന്താവുമെന്ന് എനിക്കും അറിയില്ല, അവൾക്കും അറിയില്ല. അതെ, കാറിൻ്റെ ഡിക്ക് തുറന്നു, ഡിക്ക് തുറന്നു ഗൈസ്. അവൾക്കുള്ള ഫസ്റ്റ് ഗിഫ്റ്റ് ഇത് കിട്ടിയിട്ടുണ്ട്. സോ ഇനി നമുക്ക് അവളുടെ അടുത്ത ക്ലൂ, ആ ഗിഫ്റ്റ് അവിടെ വെച്ചേക്കാം. നമുക്ക് പിൻ ഓപ്പൺ ഇനി പോയി അടുത്ത ക്ലൂ നോക്ക്. ക്ലൂ അമ്മ ക്ലൂ ദേ വായിച്ചു കൊടുക്കുന്നുണ്ട്. വായിച്ചു കൊടുത്തോട്ടെ അവിടെ. ഓക്കെ. In car's front seat. വേഗം ചെന്ന് നോക്ക് വൈഷ്ണവി. വൈഷ്ണവിക്ക് കുറേ ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫൈനൽ ക്ലൂ ആയിരുന്നു ഇത്. അപ്പം അത് ഇവൾക്ക് 2 ഗിഫ്റ്റാണ് കിട്ടിയിട്ടുള്ളത്. സോ ഇനി ഇത് അവൾ അൺബോക്സ് ചെയ്യട്ടെ. അമ്മയും വൈഷ്ണവിയും കൂടെ അൺബോക്സ് ചെയ്യട്ടെ. അപ്പം അതേ അമ്മയും വൈഷ്ണവിയും കൂടെ പൊളിക്കൽ തുടങ്ങിയിട്ടുണ്ട്. അൺബോക്സ് ചെയ്തോട്ടെ. വൈഷ്ണവിക്ക് ഭയങ്കര സന്തോഷമായി. അവൾ അറിയാതെയാണ് ഞാൻ പോയി വാങ്ങിച്ചത്. കൊഞ്ചി കൊഞ്ചി ചിരിച്ചാൽ പുഞ്ചിരിത്തോട്ടം നെഞ്ചിലഞ്ചി പറന്നാൽ പഴങ്കുലത്തെന്നാൽ മനസ്സിൽ കുടിരും. എന്താ വൈഷ്ണവിക്ക് ഇഷ്ടപ്പെടുന്ന 2 സാധനങ്ങളാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. എത്ര രാവുകൾ പകലുകൾ കരുതി നിന്നെ ഞാൻ പറയാതെ നിനവുകൾ നെഞ്ചിലൊതുക്കി ഞാൻ ഒന്ന് തമ്മിൽ അറിയാതെ മിഴിയിടഞ്ഞു പോയി. പിന്നെ കാണാതെ ഒരു നാളും മതി വരാതെയായി. കൊഞ്ചി കൊഞ്ചി ചിരിച്ചാൽ പുഞ്ചിരിത്തോട്ടം നെഞ്ചിലഞ്ചി പറന്നാൽ പഴങ്കുലതെന്നാൽ നുരകളറിയുമോ കുളിരലകൾ കാണുമോ കരളിനുള്ളിലും തീരാദാഹം പൂക്കളും പുഴകളും മറിയില്ലല്ലോ ഈ മിഴിയിലലിയും അനുരാഗ മധുരാലസം കളിനിലാവിലോ ഈ പ്രണയത്തിൻ മധു തേടി കൊതി തീരുമോ. കൊഞ്ചി കൊഞ്ചി ചിരിച്ചാൽ പുഞ്ചിരിത്തോട്ടം നെഞ്ചിലഞ്ചി പറന്നാൽ പഴങ്കുലതെന്നാൽ ഹരിതമണിക്കയോ ഘനശ്യാമസന്ധി ഇത് വെറും കണ്ണാടിയല്ല, മാജിക്കൽ കണ്ണാടിയാണ്. ഇതിന്റെ ഹിഡൻ അനുരാഗപ്പൂത്തിങ്കൾ കനിയാകുമോ മനസ്സിൽ കുടിയിരുന്നില്ലേ എൻ കാക്കറുമ്പൻ കുറുമ്പുഴലൂതിയില്ലേ. കൊഞ്ചി കൊഞ്ചി ചിരിച്ചാൽ പുഞ്ചിരിത്തോട്ടം നെഞ്ചിലഞ്ചി പറന്നാൽ പഴങ്കുലതെന്നാൽ അതിന് ഞങ്ങളുടെ ഫാമിലി ഫോട്ടോ ആണ് ഗൈസ്. അപ്പോൾ ഫാമിലി ഫോട്ടോ ആണ് ഞങ്ങളുടെ. അപ്പൊ അതേ വൈഷ്ണവിക്ക് ഭയങ്കര ഇഷ്ടമായ അവളുടെ സന്തോഷം നോക്കുക. ഇതാണ് ഞങ്ങളുടെ ഫാമിലി ഫോട്ടോ ഗൈസ്. കണ്ടോ, അടിപൊളിയായിട്ടില്ലേ?
അവൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവൾക്ക് വേണമെങ്കിൽ കണ്ണാടി നോക്കാം, എന്നാ വേണമെങ്കിൽ ഫാമിലി ഫോട്ടോയിൽ നോക്കാം. അവൾക്ക് കിട്ടിയത് ഒരു ബാർബി, ഒരു പൂച്ചക്കുട്ടി, പിന്നെ ഒരു കണ്ണാടി, മാജിക്കൽ ഫാമിലി ഫോട്ടോ. അപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പൊ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. അതിനു മുന്നേ നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാം. നമ്മുടെ വൈഷ്ണവിയുടെ ബർത്ത്ഡേ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി രാത്രി ഒരു വ്ളോഗ് വരുന്നുണ്ട്, അതെല്ലാരും കാണാതെ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമന്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്, ഒന്നും മറക്കരുത്. പിന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ പോയി സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കൺ ഓൺ ചെയ്യുക, എല്ലാം ചെയ്യുക. ഓക്കെ, ബൈ ബൈ, സീ യു. പൂമേടത്തോറും കാറ്റായി Yeah.